നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കോക്ലിയർ ഇംപ്ലാന്റേഷനും അതിനോടനുബന്ധിച്ചുള്ള ചില ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം പലപ്പോഴുമുള്ളൊരു ചോദ്യം, നമ്മൾ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറപ്പി, ഓഡിറ്ററി വെർബൽ തെറപ്പി AVT, അത് എത്ര നാൾ നമ്മൾ തുടരേണ്ടി വരും? സാധാരണ രീതിയിൽ ഒരു 1.5 to 2 years ടൈം പീരീഡ് നമ്മളിത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. എന്നാൽ ഇത് കേസ് ടു കേസ് ബേസിസിൽ ഇതിനകത്ത് ഡിഫറൻസ് കാണും. ഉദാഹരണത്തിന് ഒരു ന്യൂ ബോൺ, ജനിച്ചൊരു കുട്ടി, അതായത് ഒരു വയസ്സിനുള്ളിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഇംപ്ലാന്റ് ആണെന്ന് വെച്ചാൽ യൂഷ്വലി ഒരു 1.5 to 2 years ആണ് ഇതിൻ്റെ ടൈം പീരീഡ്. അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ തെറപ്പി സെഷൻസിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കാം. പിന്നെ ഹോം ട്രെയിനിങ് അങ്ങനെ കാര്യങ്ങളോട്ട്, പിന്നെ കുട്ടികളെ പതുക്കെ മെയിൻ സ്ട്രീം സ്കൂളിലോട്ട് നമുക്ക് ചേർക്കാൻ പറ്റുന്നതാണ്. എന്നാൽ അഡൽട്ട്സിൽ ഈ പറഞ്ഞ പോലെ തെറപ്പി സെഷൻസ് യൂഷ്വലി ഇത്രയധികം നാൾ നീണ്ടു പോകില്ല. കാരണം ഇവർ യൂഷ്വലി പോസ്റ്റ് ലിംഗ്വലാണ്, അതായത് ഓൾറെഡി സംസാരശേഷി ഉള്ളവരും പിന്നെ എന്തെങ്കിലും കാരണങ്ങളാൽ കേൾവി നഷ്ടപ്പെട്ടവരുമായിരിക്കും. അപ്പം ഇവരിൽ നമുക്ക് സ്പീച്ച് ഡെവലപ്മെൻറ്റ് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു കൺസേൺ അല്ല, കാരണം ഓൾറെഡി അത് ഡെവലപ്ഡ് ആണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചോളം ഇവർക്ക് ഹിയറിംഗ് മാത്രം എയ്ഡ് ചെയ്ത് കൊടുക്കുക, അതായത് കേൾക്കാനുള്ള സഹായവും ഈ പറഞ്ഞ ഈ ഡിവൈസ് ത്രൂ കേൾക്കുന്ന ആ ഒരു ഡിഫറൻസ്, ആ ഒരു ടൈം പീരീഡ്, ആ ഒരു ഇലക്ട്രോണിക് സൗണ്ട് സിഗ്നൽസ്, ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അതവരുടെ ബ്രെയിൻ മനസ്സിലാക്കിയെടുക്കുന്നൊരു ടൈം പീരീഡ് മാത്രമേ നമുക്ക് വേണ്ടിയുള്ളൂ. അപ്പം കുട്ടികളിലാണെന്ന് വെച്ചാൽ നമുക്ക് ഹിയറിങ്ങും അതിനൊപ്പം ലാംഗ്വേജും ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. എന്നാൽ അഡൽട്ട്സിൽ ഈ പറഞ്ഞ പോലെ ഹിയറിങ്ങിൻ്റെ ഭാഗം മാത്രമാണ് നമ്മൾ നോക്കേണ്ടി വരുന്നത്. അപ്പം തെറപ്പി സെഷൻസ് വേരി ചെയ്യും, പക്ഷേ ഇൻ ജനറൽ ഓൾമോസ്റ്റ് 1.5 to 2 years എങ്കിലും തെറപ്പി വേണ്ടി വരും. തെറപ്പിയാണ് ഈ എൻറ്റയർ പ്രൊസീജിയർ. നമ്മൾ കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ഓഡിറ്ററി വെർബൽ തെറപ്പിയാണ്. ഇത് ചെയ്യാൻ നമ്മൾ നമുക്കതിനുള്ള ടൈം നമ്മൾ മാറ്റി വെക്കണം. പേരൻസ് ആയാലും കുട്ടികളെ കൊണ്ടുപോകാനുള്ളൊരു ടൈം കണ്ടെത്തണം. അതിന് നമ്മൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഓൾമോസ്റ്റ് 1.5 to 2 years നമ്മൾ ഇതിനു വേണ്ടി മാത്രം ചിലവഴിക്കേണ്ടി വരും. എന്നാലേ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു.